ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണേ. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടൊരു ഇഞ്ചിക്കറിയാണേ. വെറൈറ്റി സ്റ്റൈലിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇഞ്ചിക്കറി വയ്ക്കാനായിട്ട് ഞാൻ ഇത്രയും ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കിലോയോളം ഇഞ്ചി വരും കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് കൊച്ചുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഒരു 10-15ഓളം കൊച്ചുള്ളി ഞാൻ ഇതിനെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടിയിട്ടാണ് വേണ്ടത്. ഞാൻ ഇത് ഇഞ്ചി തൊലിയെല്ലാം കളഞ്ഞ് നല്ല രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ക്രഷ് ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. നല്ല രീതിയിൽ അത് അരഞ്ഞു വരും. മിക്സിയിൽ അരച്ചാലും മതി. ഞാനിത് ഈ സാധനത്തിലാണ് കേട്ടോ അരയ്ക്കുന്നത്. നമ്മൾ വലിക്കുമ്പോൾ തന്നെ ഇത് വെച്ച് നല്ല രീതിയിൽ തന്നെ അരഞ്ഞു വരും. അതുകൊണ്ട് കറണ്ട് പോയാലും നമുക്ക് പ്രശ്നമില്ലല്ലോ. പിന്നെ ഇതിലാണ് ചെയ്യുന്നത്. എന്നിട്ട് അടുപ്പ് കത്തിച്ചിട്ട് നമ്മൾ ഇഞ്ചിക്കറി വയ്ക്കുന്ന പാൻ അതിലേക്ക് വെക്കുന്നുണ്ട്. ചട്ടിയിൽ ചെയ്യുന്നതാണ് ഇത്തിരി കൂടെ നല്ലത്. ഞാനിവിടെ ഗ്യാസ് അടുപ്പിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പാൻ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കണം. കാരണം ഇഞ്ചി മൂത്ത് വരണ്ടേ. മൂത്ത് വരാൻ അത്യാവശ്യം വെളിച്ചെണ്ണയുടെ ആവശ്യമുണ്ട്. പിന്നെ ഉള്ളിയൊക്കെ ഉള്ളതല്ലേ. എണ്ണ തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. എണ്ണ തിളച്ചു എന്ന് കണ്ടതിന് ശേഷം ഞാൻ ഒരു ഇഞ്ചി ഒന്ന് ഇട്ട് നോക്കി. കാരണം ആവശ്യത്തിനുള്ള ചൂടായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി മൊത്തം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുഴുവനും ഞാൻ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വരണം. അതുവരെ നമ്മൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, അടി പിടിക്കാതെ നമ്മൾ നോക്കുകയും കൂടി വേണം. ഇത് ഞാൻ നോൺ സ്റ്റിക്ക് ചെയ്തതുകൊണ്ട് എനിക്കങ്ങനെ അടി പിടിക്കുന്ന പ്രശ്നമൊന്നും വന്നിട്ടില്ല. ചട്ടിയിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നമ്മൾ അതനുസരിച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതേ ഈ പരുവാകുന്ന വരെ നമ്മൾ നല്ല രീതിയിലൊന്ന് മൂത്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഞാനതൊന്ന് സൈഡിലോട്ടാക്കിയിട്ട് വലിയ വലിയ ഇഞ്ചി കഷ്ണം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക എണ്ണയിലോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതും കൂടി നല്ല രീതിയിൽ മൂത്ത് വന്നു എന്ന് കണ്ടതിന് ശേഷമാണ് ഞാനതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ ആ എണ്ണയിൽ തന്നെ കുറച്ച് കടുകിട്ട് പൊടിക്കുന്നുണ്ടേ. ആവശ്യത്തിനുള്ള കടുകിനെ ഇട്ടിട്ട് അത് പൊട്ടുന്നവരൊന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ.
അപ്പോൾ അതേ നമ്മുടെ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തുകളാണ് ആഡ് ചെയ്യുന്നത്. തേങ്ങാക്കൊത്ത് ഇടാൻ നിങ്ങൾ നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ, വെറൈറ്റി ഒരു ടേസ്റ്റാണ്. നോർമൽ ഇഞ്ചിക്കറീനേക്കാളും ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റ് നമ്മൾ തേങ്ങാക്കൊത്തും കൂടി ഇടുമ്പോൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ടൊന്ന് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുള്ളത്. അത് ഇട്ടിട്ട് ഞാൻ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂത്ത് വരണം. നമ്മൾ പായസത്തിനൊക്കെ ഇടുന്ന ടൈപ്പ് അത് കണക്കൊന്ന് നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വരണേ. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് നമ്മുടെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടി ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തിട്ട് അതും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ പരുവാവുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണേ. എന്നിട്ട് ഞാൻ അതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടി ഇട്ടതിൻ്റെ വീഡിയോ മിസ്സായതാണേ. കായപ്പൊടി ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ടും ഞാൻ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അത് പച്ചമണം എല്ലാം മാറി ആവശ്യത്തിനുള്ള പരുവായിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളിവെള്ളം അത്യാവശ്യം അധികം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. പുളിവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളയ്ക്കുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുള്ളിൽ നമ്മളൊന്ന് മിക്സും കൂടെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർക്കുന്നത്. നമ്മൾ ഇത്രയും നേരമായിട്ട് അതിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാവേ. എന്നിട്ട് ഞാൻ അതിലേക്ക് നമ്മളുടെ ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇഞ്ചി നമ്മൾ നേരത്തെ മാറ്റി വെച്ചത് തണുത്തതിന് ശേഷം ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നേ. അടിച്ച് നല്ല രീതിയിൽ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതും കൂടി ഇട്ടിട്ട് ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ശർക്കര ഞാൻ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പൊടിച്ചോ കട്ടയ്ക്കോ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് കട്ടയും പൊടിയൊക്കെ ആയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ അലിഞ്ഞു വരുന്നവരെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണേ. ഓൾമോസ്റ്റ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പൊക്കെ പരുവാണോ ആവുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണേ. നമ്മുടെ ഇഞ്ചിക്കറി പരുവമായി എന്ന് കാണുമ്പോഴത്തേക്കും നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ എണ്ണയൊക്കെ മേളിലോട്ടങ്ങ് പൊങ്ങി വന്നിട്ടുണ്ടായിരിക്കുവേ. ഇവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഇതേപോലെ നമ്മുടെ എണ്ണ നല്ല രീതിയിൽ പൊങ്ങി മേളിലോട്ട് വന്ന് നിൽക്കും. ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പില മുറിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. മുറിച്ചും തണ്ടോടുകൂടിയും ഇലയായിട്ടും ഒക്കെ ഇട്ട് കൊടുക്കാം. മേളിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇലയോടെയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ഇവിടെ
ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യാവേ. അപ്പോൾ നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണേ. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം എല്ലാവർക്കും ബൈ.